പ്രവാസ ലോകത്തെ വാർത്തകൾ. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നു. UAEയിലും സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്നു. വെടിനിർത്തൽ ധാരണ ലംഘിച്ച ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം നടത്തിയതോടെയാണ് വീണ്ടും സ്ഥിതിഗതികൾ മോശമായത്. ചരക്ക് കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന് നേരെ US-ന്റെ ശക്തമായ വ്യോമാക്രമണം. ഗൾഫിലും ഏജൻസി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരുന്നു. UAEയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് സന്ദേശം എത്തിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു. എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ രാജ്യം സുരക്ഷിതമാണെന്ന ഓൾ ക്ലിയർ സന്ദേശവും അധികൃതർ പുറപ്പെടുവിച്ചു. നിലവിൽ യാതൊരുവിധ സുരക്ഷാ ഭീഷണികളില്ലെന്നും സാഹചര്യം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും അധികൃതർ വ്യക്തമാക്കി. സാങ്കേതിക തകരാറാണോ അതോ മറ്റു കാരണങ്ങളാണോ മുന്നറിയിപ്പിന് പിന്നിലെന്ന് ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടില്ല. ദുബായിലെ ജനജീവിതവും വിമാന സർവീസുകളും സാധാരണ നിലയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റൈനിൽ സർക്കാർ സേവനങ്ങൾ ഇനി വാട്സാപ്പിലും. വളരെ ലളിതവും വേഗത്തിലുള്ളതുമായ രീതിയിൽ ഔദ്യോഗിക അറിയിപ്പുകളും സേവന വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ബഹ്റൈൻ ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി ഔദ്യോഗിക വാട്സാപ്പ് ചാനൽ ആരംഭിച്ചു. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ, പുതിയ സേവനങ്ങൾ, ഡിജിറ്റൽ അപ്ഡേറ്റുകൾ എന്നിവ പൊതുജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനും സർക്കാർ ജനസമ്പർക്കം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ സ്വദേശികളും പ്രവാസികളും ഒരുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വാട്സാപ്പ് ആയതിനാലാണ് പുതിയ മാറ്റം നടപ്പിലാക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. വളരെ ലളിതവും വേഗത്തിലുള്ളതുമായ രീതിയിൽ ഔദ്യോഗിക അറിയിപ്പുകളും സേവന വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങൾക്ക് IGAയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാക്കിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ഈ വാട്സാപ്പ് ചാനലിൽ പങ്കാളികളാകാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുന്നു. ജൂലൈ 1 മുതലാണ് വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് ജൂലൈ 3 മുതൽ പുനരാരംഭിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷവും തുടർന്നുണ്ടായ വിമാനയാത്രാ നിയന്ത്രണങ്ങളും മൂലം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4-ൽ നിന്ന് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിച്ചതോടെയാണ് ഇപ്പോൾ കോഴിക്കോട്ടേക്കും വിമാന സർവീസ് പുനരാരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് പുലർച്ചെ 2:25 പുറപ്പെടുന്ന വിമാനം രാവിലെ 4:50 കുവൈറ്റിലെത്തും. മടക്കയാത്രയിൽ കുവൈറ്റിൽ നിന്ന് രാവിലെ 5:50 പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് 1:35 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4 കേന്ദ്രീകരിച്ചായിരിക്കും ഈ സർവീസുകളെല്ലാം പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.